ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ ചോർത്തും. ഞാനത് അയച്ചുതരാം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ ഈ അന്വേഷണ ഏജൻസി ഉറപ്പുവരുത്തില്ല. നമുക്കത് ഉറപ്പുവരുത്താനുള്ള സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അതെ അതെ അതെ. അല്ല, അത് ഈ അന്വേഷിക്കുന്ന ഏജൻസി തന്നെ അന്വേഷിക്കണ്ടേ. അല്ല, അതിലിപ്പോൾ രണ്ട് കാര്യം. ഒന്നിപ്പോൾ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട അതിലെ സാക്ഷികളും പരാതിക്കാരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമല്ലോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്. ഈ ഫോൺ കോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമല്ലോ. ഇതിൽ പറഞ്ഞ ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ ഇത് വരുള്ളൂ. ഇതെനിക്ക് കിട്ടിയ അങ്ങനെ പല വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൽ ആളുള്ളതുണ്ട്, ഡയറക്റ്റ് വന്ന് പറഞ്ഞതുണ്ട്, വേറെ ആൾ ദൂതന്മാർ വഴി വന്നതുണ്ട്, അനോണിമസായി വന്നതുണ്ട്. ഇതൊക്കെ ഇതിലുണ്ട്. അത് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അന്വേഷണം നടത്തേണ്ട ആരാ? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അല്ല, 100% ഇങ്ങനൊരു അന്വേഷണം നടക്കുമ്പം ആ അന്വേഷണം ആർക്കെതിരെയാണോ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് ആ വ്യക്തിയെ തന്നെ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുന്നത്. മാറ്റി നിർത്തണം തന്നെ എൻ്റെ അഭിപ്രായം. ആ, കിട്ടിയോ? വീട് കണ്ടു. ഇപ്പോൾ ന്യൂസ് 8ൻ്റെ അനുമതി പറയുന്നത് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ കവടിയാറിൽ ന്യൂസ് 8ൻ്റെ പ്രവർത്തകർ റിപ്പോർട്ടേഴ്സ് ആ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ വീട്, പാവപ്പെട്ടവനായ DGP സത്യസന്ധൻ കാണിക്കണ്ടല്ലോ അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ ഇങ്ങനെ. അപ്പം ഇനി ബാക്കി അവർ നോക്കട്ടെ. ഞാനെങ്ങനെ സ്ഥിരീകരിക്കാം? ഞാൻ എന്താ സയന്റിഫിക് എഞ്ചിനീയറാണോ? അതൊക്കെ ഇവർ നോക്കട്ടെ എന്ന്. എനിക്ക് അയച്ചു നിങ്ങൾക്ക് കിട്ടും. എനിക്കറിയുന്ന ആളല്ലേ. ഓ, അതെനിക്കൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയില്ലല്ലോ ആരും. അതൊക്കെ നീ നിങ്ങൾ പരിശോധിക്കുക പൊന്നാര മാഷേ. എനിക്ക് കിട്ടിയ നിങ്ങൾക്ക് തന്നു. ഞാൻ അന്വേഷിക്കണില്ല. ഞാൻ കിട്ടിയ മെസ്സേജ് തന്നു. എനിക്കതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ സംശയം? എല്ലാം കൊടുക്കും. അല്ലേ, ഞാൻ ഇപ്പോഴല്ലേ അത് അറിയുന്ന മാഷേ. നമുക്ക് വഹിയൊന്നും ഇല്ലല്ലോ. ഇപ്പം ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ അതൊക്കെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇവരെ പറ്റിയൊന്നും മിണ്ടാൻ പറ്റില്ല ഇരിക്കുന്നു പാവങ്ങൾ. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഫൈറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ പല ആളുകളും നമ്മളെ ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നത്. മറ്റതൊക്കെ ഇവർ അസ്പൃശ്യരായ മനുഷ്യരാണ്. കേസിൽ കുടുക്കി വാദിയെ തന്നെ പ്രതിയാക്കുമെന്നുള്ള ഭയത്തിലായിരുന്നു പലരും ഇരുന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതൊക്കെ ഇപ്പം ഇങ്ങനെ വരുന്നത്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധം ഈ റിദാൻ എന്ന് പറയുന്ന യുവാവിനുള്ളത് കൊണ്ട് അത് ഒതുക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി പ്രതിയെ കെട്ടിച്ചമച്ചുണ്ടാക്കിയെന്നുള്ളതാണ് ആരോപിക്കുന്നത്. ഞാനൊന്നും ആരോപിച്ചിട്ടില്ല. ഞാൻ ആ കേട്ട കാര്യം ഇവിടെ പറഞ്ഞു. അതിന് നിങ്ങൾ പരിശോധിക്കും. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടീം വരട്ടെ, അവർ പരിശോധിക്കട്ടെ. ഏതാ? വിദേശത്ത് നിന്ന് എങ്ങനെ? ആ, അല്ല, വോയിസ് മെസ്സേജാണ്. അതെ. വരാനാണ് സാധ്യത എന്നാണ് മനസ്സിലായത്. ഇപ്പോഴല്ലേ പരാതി പറഞ്ഞു. ഇന്നലെ പിന്നെ ഞാൻ ഒന്നുമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പിന്തുണ കിട്ടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ലല്ലോ. അത് നമ്മൾ പരാതി പോലും കൊടുത്തിട്ടില്ലല്ലോ മുഖ്യമന്ത്രിക്ക്. അതിക്ക് പരാതി കൊടുക്കാൻ ഞാൻ പോകുന്നല്ലേ പറഞ്ഞു. എങ്ങനെ? മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണല്ലോ. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ അഭിപ്രായവ്യത്യാസം നിങ്ങളിൽ ചിലർക്കല്ലേ ഉള്ളൂ. എനിക്ക് ആ വ്യക്തിയെ വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ഈ അത്തരം കാര്യങ്ങളിലിപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇടപെടും, അത് അന്വേഷിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്കും, എല്ലാം നോക്കും. ഞാൻ പറഞ്ഞതുകൊണ്ട് അതെല്ലാം അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ സ്ഥാനത്തെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയനായത്. ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ നീതിബോധവും തന്നെയാണ്. ഇതൊരു പല ജാതി കൊടുങ്കാറ്റ് ഇവിടെ വന്നല്ലോ, അദ്ദേഹം വീണിട്ടില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. ആ ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്.
ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു തരത്തിലും അങ്ങനെ തള്ളി പറയുന്നില്ല. മുഖ്യമന്ത്രി പരോക്ഷമായി ഞാൻ തള്ളാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ അതായത് ഞാൻ ചെയ്ത്? മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് തുടക്കം മുതൽ ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്തായാലും മുഖ്യമന്ത്രിയുടെ പിന്തുണയോടാണ് പിന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞ അദ്ദേഹത്തിനാണ് നടപടി സ്വീകരിച്ച പോലെ. നിങ്ങളെങ്ങനെ അങ്ങനെ പറയാം? എനിക്ക് 3.5 കോടി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തന്നെയുണ്ട്. 3.5 കോടി അല്ല, ഞാൻ പറഞ്ഞല്ലോ 3.5 കോടി ജനത്തിൽ പാർട്ടിയും പെട്ടില്ലേ? എങ്ങനെ? എനിക്കറിയില്ല.